ബാല്യം എത്ര നിഷ്കളങ്കമായ ഒരു പദമാണ് അല്ലേ? കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതും ഒക്കെ ഒപ്പുകടലാസ് പോലെ ഉള്ളിലേക്ക് എടുക്കുന്ന ഒരു പ്രായമാണ്. ബാല്യത്തിൽ വലുതാവാനും വലുതായി കഴിയുമ്പോൾ തിരികെ ബാല്യത്തിലേക്കും പോകാൻ ആഗ്രഹിക്കാത്തവർ ഉണ്ടാവില്ല സാധാരണ രീതിയിൽ. ബാല്യത്തിന്റെ ഈ നിഷ്കളങ്കതയോടുകൂടി തന്നെയാണ് കുട്ടികൾ എല്ലാത്തിനെയും കാണുന്നതും സമീപിക്കുന്നതും അറിയുന്നതുമൊക്കെ. അതുകൊണ്ട് തന്നെ അത്യധികം സൂക്ഷ്മതയോടെ ആവണം നമ്മൾ മുതിർന്നവർ കുട്ടികളോട് ഇടപഴകേണ്ടത്. പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് ഒന്നും അത്ര ബാധകമല്ലായിരുന്ന മുൻകാലങ്ങളിൽ ചെറിയ കുട്ടികളെ തമാശയായിട്ടും അല്പം കളിയാക്കിയുമൊക്കെ മുതിർന്നവർ പല പേരുകളും വിളിക്കാറുണ്ടായിരുന്നു. അതിൽ ചിലരെങ്കിലും മനസ്സിലേറ്റി ജീവിതകാലം മുഴുവൻ കൊണ്ട് നടക്കുന്നതായി നമുക്കൊക്കെ അറിയാം. ഇന്നത്തെ ടോട്ടോച്ചാന്റെ അധ്യായവും അങ്ങനെ ഒരു ഉള്ളിൽ ഒരു കുട്ടി ഏറ്റുന്ന ഒരു സങ്കടത്തെക്കുറിച്ചാണ്. അധ്യായത്തിന്റെ പേര് മസ് ഓ ചാൻ. വീട്ടിൽ നിന്ന് സ്റ്റേഷനിലേക്കും തിരിച്ചുമുള്ള ടോട്ടോയുടെ പതിവ് യാത്രയിൽ ടോട്ടോച്ചാന് കൊറിയക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ചേരി പ്രദേശത്തു കൂടി കടന്നു പോകേണ്ടതുണ്ട്. കൊറിയക്കാരാണ് അക്കൂട്ടർ എന്ന കാര്യം നമ്മുടെ കൊച്ചു ടോട്ടോയ്ക്ക് അജ്ഞാതമായിരുന്നു. അവൾ നോക്കുമ്പോൾ ഒരേപോലെയുള്ള കുറച്ചുപേർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു പ്രദേശം ഒന്നു മാത്രം അവൾക്കറിയാം. അവിടെ ഒരു സ്ത്രീയുണ്ട്. എപ്പോഴും തൻ്റെ മകനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന, അവനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ. അവരുടെ രൂപം തന്നെ അവൾക്ക് അസാധാരണമായി തോന്നിയിരുന്നു. സാമാന്യത്തിലേറെ തടിച്ചു കൊഴുത്ത ശരീരം, നടുക്ക് നിന്ന് വകഞ്ഞെടുത്ത് താഴേക്ക് പിന്നിയിട്ടിരിക്കുന്ന തലമുടി, അവർ ധരിക്കാറുള്ള റബ്ബർ ഷൂസിന്റെ അഗ്രം ചുണ്ടൻ വെള്ളം പോലെ പൊങ്ങി നിൽക്കും, കൂർത്ത്. നീളൻ പാവാടയും വലിയ വിസ്താരമുള്ള ബ്ലൗസിന് താഴെ ചുറ്റിക്കെട്ടിയ ഒരു റിബണും കാണും. ഇതാണ് പതിവ് വേഷം. വേഷത്തിൽ തന്നെ നമുക്കൊരു അസാധാരണത്വം തോന്നും. അവരെല്ലായ്പ്പോഴും മസ് ഓഫ് ചാൻ എന്ന പരിഭ്രാന്തമായ ഒരു നിലവിളിയോടെ തൻ്റെ മകനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും. സാധാരണ എല്ലാവരും ആ പേര് ഉച്ചരിക്കാറുള്ളത് പോലെ മസോച്ചാൻ, അങ്ങനെയാണ് അത് വിളിക്കേണ്ടത്. അതിനു പകരം ഒരു സ്വരാരോഹണത്തിൽ എന്നതുപോലെ മസ് ഓ ചാൻ, അങ്ങനെയാണ് അവരെപ്പോഴും വിളിക്കുക. നീട്ടി ഉച്ചസ്ഥായിയിൽ ഇടറി ഉയരുന്ന ചാൻ എന്ന ആ വിളി ഒരു ദൈന്യതയോടെ അല്ലെങ്കിൽ ഒരു ദീനരോദനം പോലെ ടോട്ടോയുടെ ചെവിയിൽ മുഴങ്ങുമ്പോൾ അവൾക്ക് എപ്പോഴും സങ്കടം തോന്നുമായിരുന്നു. അല്ലാതെ എപ്പോഴെങ്കിലും അവരെ കാണുമ്പോഴും അവരുടെ ആ വിളി അവളുടെ ചെവിയിൽ മുഴങ്ങി അവളെ സങ്കടപ്പെടുത്തുമായിരുന്നു. ഓയിമാച്ചി റെയിൽപാതയുടെ വശത്ത് കാണുന്ന ഒരു ഇടുങ്ങിയ ചിറയിലാണ് മസോച്ചാന്റെ ചേരി. മസോച്ചാനെ ടോട്ടോച്ചാൻ അറിയാം. അവളേക്കാൾ മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, അല്പം വലിയ കുട്ടിയാണ്. ഏത് സ്കൂളിലാണ് അവൻ പഠിക്കുന്നത് എന്ന് നിശ്ചയമില്ല എങ്കിലും ഒരു 2ാം ക്ലാസ്സോ 3ാം ക്ലാസ്സോ ആയിരിക്കും എന്നാണ് അവൾ ഊഹിച്ചത്. ഒതുക്കമില്ലാത്ത തലമുടി അശ്രദ്ധമായി ഉലച്ചാണ് അവൻ എപ്പോഴും നടന്നു പോകാറുള്ളത്. സന്തത സഹചാരിയായി അവന്റെ കൂടെ എപ്പോഴും ഒരു നായയും ഉണ്ടാകും. ഒരു ദിവസം നമ്മുടെ കൊച്ചു ടോട്ടോ ചിറയുടെ ചാരത്തുകൂടെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു. മസോച്ചാൻ ചിറയുടെ മുകൾ തട്ടിൽ നിൽക്കുന്നുണ്ട്. കാലുകൾ കവച്ചു വെച്ച് ഇടുപ്പിൽ കൈയൊക്കെ തിരികി ഒരു കവലച്ചട്ടമ്പിയുടെ നോട്ടവും മട്ടുമാണ് അവന്. എടി കൊറിയക്കാരി, അവൻ ടോട്ടോച്ചാനെ നോക്കി ഗർജിക്കുന്നത് പോലെ വിളിച്ചു. അത്യധികം വെറുപ്പ് നിറഞ്ഞ വ്രണിത സ്വരമായിരുന്നു അവൻ്റേത്. ടോട്ടോ ഭയന്നുപോയി. അവന് നീരസം തോന്നത്തക്ക വിധത്തിൽ അവൾ ഇന്നുവരെ അവനോട് വിളിക്കോ? എന്തിന്? അവനോട് അവൾ സംസാരിച്ചിട്ട് പോലുമില്ല. പിന്നെ എന്തിനാണ് അവൻ ഇങ്ങനെ തന്നോട് പെരുമാറിയത് എന്ന് ടോട്ടോയ്ക്ക് മനസ്സിലായില്ല. അവൾ പരിഭ്രമത്തോടെ ഭയന്ന് നടന്നുപോയി. മസോച്ചാൻ എന്നെ കൊറിയക്കാരിയെന്ന് വിളിച്ചു. വീട്ടിലെത്തിയ ഉടനെ അവൾ വിങ്ങി പൊട്ടിക്കൊണ്ട് അമ്മയോട് പറഞ്ഞു. അത് കേട്ടതും അമ്മയുടെ മുഖം ഒരു നിമിഷം കൊണ്ട് മ്ലാനമായി. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നത് ടോട്ടോ കണ്ടു. താൻ പറഞ്ഞതിൽ എന്തോ ഒരു പന്തികേടുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി. അമ്മയ്ക്ക് കണ്ണീരടക്കാൻ കഴിയുന്നില്ല. സാധാരണ അവൾ അമ്മ ഇങ്ങനെ കാണാറില്ല. എന്താ അമ്മേ? ടോട്ടോ ചോദിച്ചു. പാവം കുട്ടി, തൊണ്ട ഇടറിക്കൊണ്ട് അമ്മ മെല്ലെ പറഞ്ഞു തുടങ്ങി. ആളുകളെല്ലാം ചുറ്റും കാണുന്നവരൊക്കെ അവനെ ഡാ കൊറിയക്കാരാ
എടാ കൊറിയക്കാര എന്നാണ് വിളിക്കുന്നത്. അതെന്നും കേട്ട് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ അത് കേട്ട് അതെന്തോ ഒരു ചീത്ത വാക്കാണെന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. അവൻ അറിയില്ല അതിന്റെ അർത്ഥം. പാവം കുട്ടി. മണ്ടച്ചാരെ, പൊട്ടാ എന്നൊക്കെ വിളിച്ച് ആൾക്കാർ ശകാരിക്കില്ലേ, അതുപോലെ ഇതും ഒരു ശകാര വാക്ക് അല്ലെങ്കിൽ ഒരു ചീത്ത വാക്കാണെന്നാണ് അവൻ ധരിച്ചിരിക്കുന്നത്. എല്ലാവരും അവനെ കൊറിയക്കാര എന്ന് വിളിച്ചു പരിഹസിക്കുമ്പോ കുട്ടിയല്ലേ, അവന് തോന്നിയിട്ടുണ്ടാവും ആരെയെങ്കിലും അവനും അതുപോലെ വിളിച്ച് അവന്റെ ദേഷ്യം മാറ്റണം എന്ന്. അപ്പോ മോളെ കണ്ടപ്പോ എന്റെ പൊന്നുമോള് ചെറിയ കുട്ടിയല്ലേ, അവനേക്കാളിലും ചെറിയ കുട്ടിയായതുകൊണ്ട് അവൻ അങ്ങനെ വിളിച്ചു. അത്രേ ഉള്ളൂ ടോട്ടോ. അതാണ് അവൻ നിന്നെ കൊറിയക്കാരി എന്ന് വിളിച്ചത് കേട്ടോ. പാവം കുട്ടി. എന്താണോ ആൾക്കാരിങ്ങനെ ഇത്ര ക്രൂരരാകുന്നത്? എന്തിനാണ് കുട്ടികളോട്? അമ്മ കണ്ണു തുടച്ചു. നെടുവീർപ്പിട്ടുകൊണ്ട് അവർ തുടർന്നു. ടോട്ടോ മോളെ, നീ ജനിച്ചത് ഇവിടെ ഈ നാട്ടിൽ ജപ്പാനിലാണ്. മസോച്ചാൻ കൊറിയ എന്ന പേരുള്ള മറ്റൊരു നാട്ടിലും ജനിച്ചു. നിന്നെ പോലെ തന്നെ അവനും ഒരു കൊച്ചു കുട്ടിയാണ്. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവൻ ജനിച്ച സ്ഥലം ഉപേക്ഷിച്ച് ഇവിടെ വന്ന് താമസിക്കേണ്ടി വന്നു. എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് എൻ്റെ പൊന്നുമോളെ. ഒരാൾ ജപ്പാൻകാരനാണ്, മറ്റേയാൾ കൊറിയയിൽ നിന്ന് വന്നതാണ്, ഇനി ഒരാൾ മറ്റൊരു രാജ്യത്തു നിന്ന് വന്നതാണ് എന്ന മട്ടിൽ എൻ്റെ പുന്നാരക്കുട്ടി ആരെയും കാണാൻ പാടില്ല കേട്ടോ. മസോച്ചാൻ പാവ. അവനോട് നല്ല സ്നേഹമായിട്ട് മോളിനി കാണുമ്പോൾ പെരുമാറാൻ പാടുള്ളൂ. ഹോ, എന്ത് കഷ്ടമാണ് ഇതൊക്കെ. കൊറിയക്കാരായി പോയതുകൊണ്ട് മാത്രം ചിലരെങ്ങനെ മോശക്കാരാവും? എൻ്റെ കുട്ടി അങ്ങനെ ധരിക്കരുത് കേട്ടോ, അത് അമ്മയ്ക്ക് വിഷമമാവും. ടോട്ടോച്ചാന് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ് അമ്മ പറഞ്ഞതിലധികവും. എങ്കിലും അവൾക്കാകെക്കൂടെ ഒരു കാര്യം വ്യക്തമായി. കാരണം കൂടാതെയുള്ള ആളുകളുടെ ശകാരം നിത്യവും കേട്ട് വേദനിക്കുന്ന ഒരു പാവം കുട്ടിയാണ് മസോച്ചാൻ. അതുകൊണ്ടാവണം അവന്റെ അമ്മ ഇത്രയേറെ പരിഭ്രമത്തോടെ സദാസമയവും അവനെ തിരക്കി നടക്കുന്നത്. പിറ്റേന്ന് അവൾ സ്കൂളിൽ പോകുമ്പോൾ മസോച്ചാൻ എന്ന കാതടപ്പിക്കുന്ന ആ ദീനവിലാപം കേട്ടപ്പോൾ അവനിപ്പോൾ എവിടെ ആയിരിക്കുമോ എന്നാശ്ചര്യപ്പെട്ട് ടോട്ടോ ചിറക്കരികിലെ നിരത്ത് കടക്കുമ്പോൾ ഒന്ന് തീരുമാനിച്ചിരുന്നു നമ്മുടെ കുഞ്ഞു ടോട്ടോ. താൻ ഒരു കൊറിയക്കാരി അല്ല എന്നിരിക്കലും മസോച്ചാൻ വീണ്ടും അങ്ങനെ വിളിച്ചാൽ താൻ ഇങ്ങനെയാണ് മറുപടി പറയാൻ പോകുന്നത്. മസോച്ചാൻ, നമ്മളെല്ലാവരും കുട്ടികളല്ലേ, നമ്മളെല്ലാവരും ഒരുപോലെയാണ്. നീ എൻ്റെ കൂട്ടുകാരനാകുമോ എന്ന് അവനോട് ചോദിച്ച് അവനെ തൻ്റെ കൂട്ടുകാരനുമാക്കണം. മസോച്ചാന്റെ അമ്മയുടെ നിലവിളി എല്ലായ്പ്പോഴും വെറുപ്പിലും ഉത്കണ്ഠയിലും കുതിർന്ന് വിവശമായിരുന്നു. മുഴക്കത്തോടെ ഒരു തീവണ്ടി കടന്നു വന്ന് മുക്കിക്കൊല്ലുവോളം അത് അന്തരീക്ഷത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കും. മസോച്ചാൻ! ദുഃഖപൂരിതവും അസ്വസ്ഥവും ഉച്ചസ്ഥായിയിലേക്ക് ഉയർന്ന് ഇടറി വീഴുന്നതുമായ ആ ശബ്ദം ഒരിക്കലെങ്കിലും കേട്ടവർ പിന്നീട് ഒരിക്കലും അത് മറക്കില്ല. പിന്നെയാണോ നമ്മുടെ കൊച്ചു ടോട്ടോ? കുസൃതിയുടെ ഒരു അധ്യായമല്ലായിരുന്നു ഇന്നത്തേത്. കൊച്ചു ടോട്ടോയ്ക്ക് ഒരു വലിയ കാര്യം അമ്മ ചെറിയ വാക്കുകളിൽ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ഒപ്പുകടലാസ് പോലെ എല്ലാം ഉള്ളിലേക്ക് എടുക്കുന്ന ബാല്യം ഇതും ഉള്ളിലേക്ക് തന്നെ ഒപ്പി എടുത്തു കഴിഞ്ഞിരുന്നു. ഇന്നിപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇന്നിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ബുദ്ധിമുട്ടുണ്ടാവാറില്ല. എങ്കിലും കുട്ടികളുടെ മറ്റു പല കാര്യങ്ങളിലും ബാല്യത്തെ നമ്മൾ കോംപ്രമൈസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും നിഷ്കളങ്കമായ ബാല്യത്തെ അതീവ ശ്രദ്ധയോടെ ഒരു പളുങ്കു ഭരണി പോലെ കൊണ്ടു നടക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. ഇത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വിളിപ്പേരുകൾ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ താഴെ എഴുതുമല്ലോ. നമുക്ക് അടുത്ത അധ്യായവുമായി നാളെ കാണാം.